ഹലോ ഗൈസ്, തുള്ളം ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ല, അവരെ ഒരു സ്ഥലത്ത് കൊണ്ട് വിട്ടില്ലായിരുന്നു, അതായത് 110 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടി പോവാണ്. അതായത് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അവരെ വിട്ടിട്ട്. അപ്പോൾ അവർ ഇന്ന് പറഞ്ഞ് ഇന്ന് എല്ലാം പറഞ്ഞു. മേഡം ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞ് 6:30 ആകുമ്പോഴത്തേക്ക് ഇന്ന് അവിടെ വരണമെന്ന് പറഞ്ഞു. അത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇന്ന് അങ്ങോട്ട് പോയി അവരെ ഇനി വിളിച്ചുകൊണ്ട് വരാനാണോ, ഇനി അവിടുന്ന് കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോൾ സാധനം കൊണ്ട് അങ്ങോട്ട് പോയത്, മേഡമൊക്കെ വേറെ വണ്ടിയിൽ അങ്ങോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് സാധനം എടുത്തുകൊണ്ട് വരാനാണെങ്കിൽ നമുക്ക് പോയി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ അല്ലെങ്കിൽ അവിടുന്ന് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അവിടുത്തെ പഴയ കാഴ്ചകളും ഒക്കെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. അതിന് മുമ്പേ വെള്ളമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. വെള്ളമൊക്കെ ഉണ്ട്. രാവിലെ എണ്ണിച്ചതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടുന്ന് എന്തായാലും 100 കിലോമീറ്റർ 108 കിലോമീറ്റർ കണ്ടുണ്ട് നമ്മൾ വീണ്ടും അവിടെ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും റോഡൊക്കെ കണ്ടതല്ലേ, ഇനി എന്തായാലും അവിടെ ചെല്ലട്ടെ. ഓക്കെ, ഇത് കണ്ടില്ലേ, രാവിലെ ഒരു വെളുപ്പിനെ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. അതായത് ഗ്ലാസ് ചെറുതായിട്ട് താത്തിട്ട് നല്ല കാറ്റും, AC അല്ല, വെളിയിൽ നിന്നുള്ള കാറ്റും കാര്യങ്ങളും. ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. എന്നാലും രാവിലത്തെ ഒരു ഭംഗി അത് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. നൈസ്. രാവിലെ പാട്ടൊക്കെ ഇട്ട് വണ്ടിക്കകത്ത് പോകാൻ നൈസാണ്, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്നാലും രാവിലെ ഡ്രൈവ് ചെയ്യാൻ കണ്ടില്ല, എൻ്റെ ഇവിടെയൊക്കെ രാവിലെ ഒരു 8-9 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ കണ്ടില്ല, ഇതൊക്കെ മെട്രോയാണ്. ഇനി 2030 ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നുകൂടെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ വലത് സൈഡ് ഉണ്ടോ, അവിടെ എല്ലാം ഓരോ കാര്യങ്ങളൊക്കെ വരും. വീണ്ടും നമ്മൾ വിജനമായ വഴിയിലൂടെ. ഇവിടെയൊക്കെ വെളുപ്പിനെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ. അതായത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇനി ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ സെറ്റപ്പ് ആവും. അതിനുള്ള പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. എന്തായാലും നമ്മളോട് പറഞ്ഞ സമയത്തിന് നമുക്ക് അവിടെ എത്താൻ സാധിച്ചില്ല. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ മിക്കവാറും പേര് ലൈക്കും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബും ചെയ്ത് കൂടെ കുടിക്കും. നമുക്ക് നല്ല നല്ല കാഴ്ചകളും വീഡിയോസും എല്ലാം ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെയും മുന്നോട്ട് വീഡിയോ ഇടാനുള്ള ഒരു ടെൻഡൻസി ഉള്ളൂ. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ പമ്പുണ്ട്. അവിടെ മാത്രം കടകളൊക്കെ കാണും, അല്ലാത്ത സ്ഥലത്തൊന്നും അങ്ങനെ കടകളും ഇല്ല. ഗൈസ്, അപ്പോൾ നമ്മൾ വേണ്ട അവിടുന്ന് മാറി ഇപ്പം വേണ്ട കുറച്ച് പച്ചപ്പുള്ള സ്ഥലത്തിലോട്ടെത്തി. ഇവിടുന്ന് ഇനിയും കുറച്ച് പോയാൽ മതി. ഇനി ഒരു 10-20 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമുക്ക് ചെല്ലേണ്ട സ്ഥലത്തേക്ക്. ഇവിടെയൊക്കെ കണ്ടില്ലേ, 2 സൈഡിലും പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്കിങ്ങനെ ലൊക്കേഷൻ ഇട്ട് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര രസമാണ്. അതായത് നമുക്ക് നമ്മുടെ സമാധാനത്തിന് പോകാം. പക്ഷെ അവർ ഉള്ളപ്പോഴത്തേക്ക് നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനോ അങ്ങനെ കാര്യങ്ങളൊന്നും പറ്റില്ല. അതാണ്. ഇവിടെ കണ്ടില്ലേ, മരങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലോട്ട് എത്താറായിരിക്കുന്നു. രാവിലെ ആയതുകൊണ്ട് വണ്ടി ഓടിക്കാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, നൈസായിരുന്നു. നമ്മളിവിടെ 6 മണിക്ക് വരണമെന്ന് പറഞ്ഞത്, ഇപ്പോൾ 6:30 കഴിഞ്ഞ്. റോഡൊക്കെ നല്ല സ്മൂത്തായിരുന്നു.
ലോങ് വരുമ്പോഴത്തേക്കാണ് ഈ 120 ഒന്നും ഇല്ലെന്ന് മനസ്സിലാകുന്നത്. എന്തായാലും അവിടെ ചെല്ലട്ടെ. ഞാൻ അന്ന് റൂമിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് കണ്ടില്ലായിരുന്നു, വണ്ടിയെ മൊത്തം സാധനം മാത്രമേ ഉള്ളായിരുന്നു. തിരിച്ചും അത് മാത്രമേ ഉള്ളെന്നായിരിക്കും എൻ്റെ ഒരു, അല്ലെ മേടോ പിള്ളേരോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഫോണങ്ങ് മാറ്റി വെച്ചേക്കുവോ? അപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ, പിന്നെ അതുകൊണ്ട് ഈ സൈഡൊക്കെ കണ്ടില്ല, എൻ്റെ ഈ തെങ്ങ് പോലെ ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു വിട്ട് ഓരോ ഇസ്രയും കാര്യങ്ങളുമൊക്കെയാണ്. നമ്മുടെ സ്ഥലത്ത് എത്താറായി, ഇനി അവിടെ ചെന്ന് യൂട്ടേൺ അടിച്ച് വേണം നമ്മുടെ ഓട്ടോ കയറാൻ. ഇവിടെയൊക്കെ കണ്ടതല്ലേ, കഴിഞ്ഞ വീഡിയോ ഞാൻ ഇതിൽ നടന്നു പോയി ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചതാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി എന്തായാലും ഇവർ ഒന്നിച്ചല്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. ഇവർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടാണ് നമ്മുടെ വീട്ടുകാരെല്ലാം ഉള്ളത്, ഇതിനകത്താണ്. പക്ഷേ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാനുള്ള അധികാരമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു. യാത്ര കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലാണ് വലിയ തിരക്കും ഇല്ലായിരുന്നു, നമുക്ക് നൈസായിട്ട് ഇങ്ങനെ പോരാൻ പറ്റി. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമുക്ക് സാധനം മാത്രമേ കാണത്തുള്ളായിരിക്കും, വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്ന സാധനം മാത്രമേ കാണത്തുള്ളായിരിക്കും. 110 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഇവിടുന്ന്, നമ്മൾ ഒലയുന്നു. എന്തായാലും നൈസായിരുന്നു. ഇതല്ല നമുക്ക് മരുഭൂമിയിലൊക്കെ വരെ പോകും. ഇനി 2 ആഴ്ചയും കൂടെ കഴിഞ്ഞ് ഇവിടെ സ്കൂൾ അടയ്ക്കും. അല്ലാതെ 10 ദിവസം നമ്മുടെ അവിടുത്തെ തൊട്ട് ഓണത്തിൻ്റെ തൊട്ടൊക്കെ ഓണാവധിയൊക്കെ കിട്ടത്തില്ല, അതുകൊണ്ട് ഇവിടെ 10 ദിവസം അവധിയുണ്ട്. അപ്പോൾ അന്നേരത്തേക്ക് ഒരു മരുഭൂമിയിലൊക്കെ പോകും. കഴിഞ്ഞ അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു, അതിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത്. അപ്പോൾ എന്തായാലും ഇനിയും പോകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. എന്തായാലും നമുക്ക് പിള്ളേർ കുഴപ്പമൊന്നുമില്ല, പിള്ളേർ സപ്പോർട്ടാണ് വീഡിയോ എടുക്കുന്നതിൽ, അത് കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളവിടുന്ന്, എനിക്കറിയാം എന്തായാലും ഇവിടെ വന്നാൽ പോസ്റ്റാകുന്നു നമ്മളോട്. ഞാൻ പിന്നെ സമൂലി മേടിച്ച് വീട്ടിൽ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ജാം. അതുകൊണ്ട് എന്തായാലും നമുക്ക് രാവിലെ ഇത് കഴിക്കാം. അല്ലാതെ ഇവിടുന്ന് അടുത്ത് അങ്ങനെ കടകളൊന്നുമില്ല കേട്ടോ. നമ്മുടെ അവിടുത്തെ അപേക്ഷിച്ച്, അതായത് നമ്മുടെ വീടിൻ്റെ അവിടുത്തെ അപേക്ഷിച്ച് ഇവിടെ കടകൾ കുറവാണ്. എന്നാലും ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് കടയിൽ പോകണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ തന്നെ 9 കിലോമീറ്റർ ഉണ്ട്. അതാണ്. അപ്പോൾ എന്തായാലും ഞാൻ സമൂലിയൊക്കെ കഴിയട്ടെ, എന്നിട്ട് അവരെ വിളിക്കണം. ഞാൻ വെളി വന്നിട്ടുണ്ടെന്ന് പറയണം. ഓക്കെ.
ഇനി ഇവരൊരു ബന്ധുവീടുണ്ട്, ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ പണി പാളും. ഇവിടുന്ന് അത് 100 കിലോമീറ്റർ അടുത്തുണ്ട് ഗൈസ്. അപ്പം വേറെ എങ്ങോട്ടും പോകുന്നില്ലെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ വണ്ടിക്കകത്ത് സാധനങ്ങളെല്ലാം കയറ്റിട്ടുണ്ട്. എല്ലാ സാധനവും വണ്ടിക്കകത്ത് കയറ്റിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചുകൂട്ടല്ല, മേടമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. ഡയറക്റ്റ് നമ്മുടെ വീട്ടിലോട്ടാന്ന് തോന്നുന്നു പോകുന്നത്, വേറെ എങ്ങും പോകുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കട്ടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം, അല്ലേ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സ്ഥലങ്ങൾ കാണിച്ചു തരാം. എൻ്റെ വീട്ടിലോട്ടാണെങ്കിൽ ഓക്കെ, വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നിന്നെ എല്ലാവരും തിരക്കി, കഴിഞ്ഞ വീഡിയോയിലെല്ലാം തിരക്കി. അപ്പം എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരിക്കൽ കാണാം. ഓക്കെ.